ഹായ് ഫ്രണ്ട്സ്, അടുത്ത ദിവസം അതായത് ഇനി റേഷൻ കടയുള്ള 8-ാം തീയതി തിങ്കളാഴ്ച ദിവസം ഫെബ്രുവരി മാസത്തെ നമ്മൾ കാത്തിരുന്ന റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിക്കുകയാണ്. അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2021 ഫെബ്രുവരി മാസത്തെ റേഷൻ ഭക്ഷ്യ വിഹിതങ്ങളുടെ വിതരണമാണ് ഫെബ്രുവരി 8-ാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്നത്. ഫെബ്രുവരി മാസം 6-ാം തീയതി വരെ ജനുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളായിരുന്നു വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും ജനുവരി മാസത്തെ കിറ്റ് വിതരണം തുടരും. ഒരു മാസം ഭക്ഷ്യവിഹിതങ്ങൾ എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് 30 കിലോ അരി, 5 കിലോ ഗോതമ്പ്, 1 കിലോ പഞ്ചസാര ആണ് ലഭിക്കുന്നത്. ഭക്ഷ്യകിറ്റും മണ്ണെണ്ണയും എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ലഭിക്കും. കഴിഞ്ഞ മാസം അത് ഉണ്ടായിരുന്നു. പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട PHH പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഒരു അംഗത്തിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. അത് 2 രൂപ നിരക്കിലായിരിക്കും. സംസ്ഥാന സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഒരു അംഗത്തിന് 2 കിലോ അരി 4 രൂപ നിരക്കിലും 1 മുതൽ 3 വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 മുതൽ 4 വരെ കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 മുതൽ 3 വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും സൗജന്യ ഭക്ഷ്യകിറ്റ് ലഭിക്കുന്നതാണ്. ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യകിറ്റിന്റെ വിതരണം ഫെബ്രുവരി 20-ാം തീയതിക്ക് ശേഷമായിരിക്കും തുടങ്ങുക. കാരണം ജനുവരി മാസത്തെ കിറ്റ് വിതരണം പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പം അത് എന്ന് തുടങ്ങും എന്നുള്ളത് നമ്മൾ വീഡിയോയിലൂടെ വ്യക്തമാക്കി അറിയിക്കുന്നതാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കിലോ ഗോതമ്പ് കുറച്ച് പകരം അവർക്ക് ആട്ട നൽകുന്നുണ്ട്. മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 6 രൂപ നിരക്കിലും പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 8 രൂപ നിരക്കിലുമായിരിക്കും ആ ആട്ട വിതരണം ചെയ്യുക. അവർക്ക് ആട്ടയില്ല, അത് പരിഹരിക്കാനാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അത് വരുന്ന മാസങ്ങളിൽ എല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിച്ചേക്കും. അപ്പം എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും മണ്ണെണ്ണയുണ്ട്. അത് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു, ഈ മാസം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നാൽ നിങ്ങളെ വ്യക്തമായി ഒന്നുകൂടി അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. എല്ലാ ജനുവരി മാസത്തെ ഭക്ഷ്യകിറ്റ് വിതരണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഇപ്പോൾ ഭക്ഷ്യകിറ്റ് നൽകുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.